ഭൂതേ മഹദ്ഭിര്യ ഇമാ പുരോ വിഭു നിർമായശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകൂ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ഭാഗവതത്തിൽ അലിയാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹര ഹര നമ പാർവതീപതയേ. ഹര ഹര മഹാദേവ. ജാനകീകാന്തസ്മരണം. ജയ് ജയ് രാമ രാമ. കരചരണകൃതം വാ കർമ്മ വാ കായജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിദിതമവിദിതം വാ സർവമേതൽ ക്ഷമസ്വ. ശിവ ശിവ കരുണാബ്ധേ ശ്രീമഹാദേവ ശംഭോ. ഹരശങ്കര ശിവശങ്കര ദുരിതം കളശിവനേ. ഹരിദാസ്യമുടനിശം മമ വളരാൻ വഴിവരണേ. ഹരശങ്കര ശിവശങ്കര ദുരിതം കളശിവനേ. ഹരിദാസ്യമുടനിശം മമ വളരാൻ വഴിവരണേ. ഹരശങ്കര ശിവശങ്കര ദുരിതം കളശിവനേ. ഹരിദാസ്യമുടനിശം മമ വളരാൻ വഴിവരണേ. മരണേ മമ ഗുരുമന്ദിരരമണേ. മതിവരണേ തരണേ മമ ഹരിതൻ മൃദുചരണേ. രതിശിവനേ ഹരശങ്കര ശിവശങ്കര ദുരിതം കളശിവനേ. ഹരിദാസ്യമുടനിശം മമ വളരാൻ വഴിവരണേ. ഇനി ഇങ്ങനെ ജനനീ ജനജഠരേ അധിവാസം. പനിമാമല മകൾ തൻ വരവെറുതേ അരുളരുതേ. ഹരശങ്കര ശിവശങ്കര ഹരശങ്കര ശിവശങ്കര ദുരിതം കളശിവനേ. ഹരിദാസ്യമുടനിശം മമ വളരാൻ വഴിവരണേ. മുരളീരവതരളീകൃത നവവല്ലഭ വനിതാ വരമണ്ഡല പരിമണ്ഡിത ഗുരുമന്ദിരപതിയായി കലരുന്നൊരു നലജീവിതമിവനേ. ഗുഗശിവനേ മലർസായക മധുസൂദന മധുസൂദന ദയിത. ഹരശങ്കര ശിവശങ്കര ഹരശങ്കര ശിവശങ്കര ദുരിതം കളശിവനേ. ഹരിദാസ്യമുടനിശം മമ വളരാൻ വഴിവരണേ. മരണാർണവതരണ പ്ലവമരുണാംബുജ സുഭഗം ചരണം തിരുജവസൽ പുരവരതേ മമ ശരണം. മരണാർണവതരണ പ്ലവമരുണാംബുജ
സുഭഗം ശരണം തിരുജവസൽ പുരവരതേ മമ ശരണം ഹരശങ്കര ശിവശങ്കര ദുരിതം കളശിവനേ ഹരിദാസ്യമുടനിശം മമ വളരാൻ വഴിവരണേ കരുണാകരമയി നീ കൃപ കലരാതെ കഴിച്ചാൽ വരുമോ തരമഗജാവരഹരിതൻ പദമണയാൻ ഹരശങ്കര ശിവശങ്കര ഹരശങ്കര ശിവശങ്കര ദുരിതം കളശിവനേ ഹരിദാസ്യമുടനിശം മമ വളരാൻ വഴിവരണേ അജനാരദ സുരനായകർ പണിയും തിരുവടിയും സജലാംബുദ സുഭഗം തിരുവുടലും തിരുമുടിയും മധുരാധര സുധയും തൊടുകുറിയും കുറുനിരയും മധുമാധുരി പൊഴിയും ഭവമൊഴിയും തിരുമൊഴിയും വിധുസുന്ദര മുഖവും ദയവഴിയും തിരുമിഴിയും വിധുശേഖര വിളയാടണമനിശം മമ കരളിൽ ഹരശങ്കര ശിവശങ്കര ഹരശങ്കര ശിവശങ്കര ദുരിതം കളശിവനേ ഹരിദാസ്യമുടനിശം മമ വളരാൻ വഴിവരണേ കദളീഗിരിധരണീസുരഭണിതം ബഹുഫലദം മുരളീധര ചരണാംബുജരദിതം കുരുതദിതം ഹരശങ്കര ശിവശങ്കര ഹരശങ്കര ശിവശങ്കര ദുരിതം കളശിവനേ ഹരിദാസ്യമുടനിശം മമ വളരാൻ വഴിവരണേ ഹരശങ്കര ശിവശങ്കര ദുരിതം കളശിവനേ ഹരിദാസ്യമുടനിശം മമ വളരാൻ വഴിവരണേ ഹരിദാസ്യമുടനിശം മമ വളരാൻ വഴിവരണേ ഹരിദാസ്യമുടനിശം മമ വളരാൻ വഴിവരണേ. ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദാരവിന്ദങ്ങളിൽ അചഞ്ചലമായ ഭക്തി ഉണ്ടാക്കിത്തരണേ എന്ന് ഭക്തോത്തമനായ ശ്രീ പരമേശ്വരനോട് ഭക്തശിരോമണി വാഴകുന്നം വാസുദേവൻ നമ്പൂതിരിയുടെ പേർപെറ്റ രചനാ വൈഭവമാണ് ഈ മംഗള സ്തോത്രം. നമുക്കറിയാം, തിരുജവസൽപുരവര എന്നാണ് ആ മഹാദേവനെ വിളിക്കുന്നത്. തിരുജവസൽപുരവര എന്ന് പറഞ്ഞാൽ തിരുവേഗപ്പുറ ഭഗവാൻ, ആ മഹാദേവനോട് പ്രാർത്ഥിക്കുന്നതാണ്. അതേപോലെ കദളീഗിരിധരണീസുരഭണിതം എന്നുള്ളതിൽ നിന്ന് കദളീഗിരിധരണീസുരൻ, കദളീഗിരി വാഴകുന്ന്, ആ വാഴകുന്നിലെ ബ്രാഹ്മണൻ അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. ഇതേ പ്രാർത്ഥന അല്ലെങ്കിൽ ഈ പ്രാർത്ഥന മാർക്കണ്ഡേയൻ പണ്ട് മഹാദേവനോട് പ്രാർത്ഥിച്ച ഭഗവതി അച്യുതാം ഭക്തിം തൽപരേഷു തഥാത്വയി എന്ന് പ്രാർത്ഥിച്ചില്ലേ, ആ പ്രാർത്ഥന ഓർത്തുകൊണ്ടാവാം ഭക്തശിരോമണി ഇത്തരത്തിലൊരു സ്തോത്രം രചിച്ചത്. ഭാഗവത സപ്താഹ രംഗങ്ങളിൽ, പാരായണ യജ്ഞങ്ങളിൽ, നാമോത്സവങ്ങളിൽ, സങ്കീർത്തന സബര്യയുടെ മംഗളാചരണ സ്തോത്രമായിട്ടാണ് ഇത് ചൊല്ലാറുള്ളത്. നമ്മളും ഭാഗവതത്തിൻ്റെ സമർപ്പണാധ്യായങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. പ്രത്യേകിച്ചും മാർക്കണ്ഡേയൻ്റെ കഥ പാടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ മാർക്കണ്ഡേയൻ്റെ മുമ്പിൽ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു. ആ കണ്ണനെ കണ്ടുകൊണ്ടിരുന്ന ഉൾക്കണ്ണിനകത്ത് മുക്കണ്ണനായി മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാണ് നമ്മൾ ഇന്നലെ നിർത്തിയത്. ഇന്നിപ്പതാ ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന സബരിയുടെ 961 ദിവസത്തിലേക്ക് നമ്മളെത്തുമ്പോൾ ഇവിടെ ശ്രീമദ് ഭാഗവതം മാർക്കണ്ഡേയൻ്റെ കഥ പറയുന്ന 8, 9, 10 അധ്യായങ്ങളിൽ 10ാമത്തെ അധ്യായത്തിൽ 16ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഭഗവതിച്ഛ പോലെ ഈ
ഹരശങ്കര ശിവശങ്കര എന്ന അതിമനോഹരമായിരിക്കുന്ന മംഗളസ്തോത്രം പാടിക്കൊണ്ട് ആരംഭിച്ചതും. മഹാദേവൻ തൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ വേണ്ട രീതിയിൽ സ്വാഗതാസന പാദ്യാഖ്യ ഗന്ധസ്രഗ്ധൂപദീപകൈ സ്വാഗതം പറഞ്ഞു, ഇരിപ്പിടം നൽകി, പാദ്യം, അർഘ്യം, ചന്ദനം, പൂമാല, ധൂപം, ദീപം ഇവയോടുകൂടി സാക്ഷാൽ മഹാദേവനെയും സഗണം അതേപോലെ അദ്ദേഹത്തിൻ്റെ ആ ഭൂതഗണങ്ങളെയും സഹോമയ ഉമയോടുകൂടിയിരിക്കുന്ന ആ മഹാദേവനെയും വേണ്ട പോലെ പൂജിച്ചു. ആഹചാത്മാനുഭാവേന പൂർണ്ണകാമസ്യത്തെ വിഭോ കരവാമ കിമീശാന യേനേദം നിർവൃതം ജഗത്. ഇതം ജഗത്, ഈ ലോകം, ഏന നിർവൃതം, യാതൊരുവനാൽ ആനന്ദയുക്തമായിരിക്കുന്നുവോ, ആ നിർവൃതിയെ പ്രാപിച്ചിരിക്കുന്നുവോ, ഈശാന, ഹേ ഈശ്വര, വിഭോ, സർവസമർത്ഥനായിരിക്കുന്ന ആത്മാനുഭാവേന അങ്ങയുടെ ആനന്ദം കൊണ്ട് തന്നെ പൂർണ്ണകാമസ്യ, പൂർണ്ണമായ കാമത്തോടുകൂടിയ തേ, അവിടുത്തേക്കായിക്കൊണ്ട് കിം കരവാമ, ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് ആഹച പറയുകയും ചെയ്തു. കാരണം സർവേശ്വര, അങ്ങേ സന്തോഷിപ്പിക്കാൻ, അങ്ങാണ് ഈ ലോകത്തെ മുഴുവൻ ആനന്ദിപ്പിക്കുന്നത്. അങ്ങയുടെ ആ പരമാനന്ദ സ്വരൂപം കൊണ്ട് പൂർണ്ണകാമനായിരിക്കുന്ന അവിടുത്തേക്ക് ഞങ്ങൾ ഇനി എന്താണ് അങ്ങോട്ട് ചെയ്യാനുള്ളത് ഭഗവാനെ? ഒന്നും ചെയ്യാനില്ല അല്ലേ? അവാപ്തകാമനാണ് ഭഗവാൻ. ഭഗവാൻ പൂജ സ്വീകരിക്കുന്നത് ഭക്തന്മാർക്ക് വേണ്ടിയിട്ടാണ്, ഭഗവാന് വേണ്ടിയിട്ടല്ല. അപ്പൊ ലോകത്തിന് മുഴുവൻ ആനന്ദത്തെ നൽകുന്ന ആനന്ദസ്വരൂപനായ അവിടുത്തേക്ക് ആനന്ദമുണ്ടാവാൻ ഞങ്ങൾ എന്തു ചെയ്യാനാണ് ഭഗവാനെ? എന്നിട്ടോ നമ ശിവായ ശാന്തായ സത്വായ പ്രമൃഡായ ച രജോജുഷേപ്യഘോരായ നമസ്തുഭ്യം തമോജുഷേ. ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് സർവേശ്വരനായ ഭഗവാനെ നിർഗുണ പരബ്രഹ്മമായി, ആ ത്രിഗുണാതീതനായി സൂചിപ്പിച്ചും കൊണ്ട് നമസ്കരിക്കുന്നു. അപ്പൊ ആനന്ദസ്വരൂപമാണ് അവിടുത്തെ മുഖമുദ്ര തന്നെ. സത്വഗുണത്തെ അംഗീകരിച്ച് ലോകരക്ഷ ചെയ്യുന്ന വിഷ്ണു, രജോ ഗുണത്തെ അംഗീകരിച്ചും കൊണ്ട് ലോകത്തെ നിർമ്മിക്കുന്ന ബ്രഹ്മാവ്, തമോ ഗുണത്തെ അംഗീകരിച്ചു കൊണ്ടിരിക്കുന്ന അവിടുന്ന് രുദ്രസ്വരൂപൻ, സർവേശ്വരനാണ് അവിടുന്ന്. അവിടുത്തേക്ക് അടിയങ്ങളിതാ വീണ് നമസ്കരിക്കുന്നു. അടിയന്റെ നമസ്കാരം. മാർക്കണ്ഡേയ മഹർഷി മഹാദേവനെ സ്തുതിക്കുന്നു. സൂതം പറഞ്ഞു, ഏവം സ്തുത സ ഭഗവാനാദിദേവ സതാം ഗതി പരിതുഷ്ട പ്രസന്നാത്മാ പ്രഹസം സ്തമഭാഷത. ആദിദേവ സതാം ഗതി, കാരണസ്വരൂപനായ ആദിദേവനായിരിക്കുന്ന സജ്ജനങ്ങളുടെ രക്ഷിതാവായി അവരുടെ പരമഗതിയായിരിക്കുന്ന സാക്ഷാൽ രുദ്രൻ. സ ഭഗവാൻ, ഏവം സ്തുതഃ സ ഭഗവാൻ, ഇങ്ങനെ സ്തുതിക്കപ്പെട്ടിരിക്കുന്ന ആ ഈശ്വരൻ പരിതുഷ്ട, വളരെ സന്തോഷിച്ച്, പ്രസന്നാത്മാ, പ്രസാദിച്ചിരിക്കുന്ന മനസ്സോടുകൂടി, പ്രഹസൻ, പുഞ്ചിരിച്ചും കൊണ്ട്, മന്ദഹസിച്ചും കൊണ്ട്, തം അഭാഷത, ആ മാർക്കണ്ഡേയനോട് പറഞ്ഞു. മഹാദേവൻ മാർക്കണ്ഡേയ മഹർഷി ഇത്തരത്തിൽ അതിഗംഭീരമായിട്ട് സ്തുതിച്ചപ്പോൾ ഭക്തപരിപാലന സ്വഭാവമുള്ള, അത് തൻ്റെ കടമയായി കരുതുന്ന ആ മഹാദേവൻ, ആ രുദ്രൻ വളരെ സന്തോഷിച്ച് പ്രസാദിച്ച്, അതിൻ്റെ ആ പ്രസാദത്തിൻ്റെ പ്രതീകമായി പ്രകർഷേണ പുഞ്ചിരിച്ചും കൊണ്ട്, മന്ദഹസിച്ചും കൊണ്ട് മാർക്കണ്ഡേയ മഹർഷിയുടെ അടുത്ത് പറഞ്ഞു. ഭഗവാൻ പറയുകയാണ്, വരം വൃണീഷ്വ ന കാമം വരദേശാവയം ത്രയ അമോഘം ദർശനം യേഷാം മർത്യോ യത് വിന്ദതേ അമൃതം. ന, ഞങ്ങളിൽ നിന്ന് കാമം വരം വൃണീഷ്വ, ആഗ്രഹിക്കുന്ന, ഇച്ഛിക്കുന്ന വരത്തെ സ്വീകരിക്കൂ. വയം ത്രയ, ഞങ്ങൾ 3 പേരും വരദേശ, വരദാനം ചെയ്യുന്ന ഈശ്വരന്മാരാണ്, വരദന്മാരായ ഈശ്വരന്മാരാണ്. യത് മർത്യ, യാതൊരുവനിൽ നിന്ന് മനുഷ്യൻ അമൃതം വിന്ദതെ, മരണമില്ലായ്മ, അമരത്വത്തിലെ പ്രാപിക്കുന്നു. യേഷാം, യാതൊരുത്തരുടെ ദർശനം, കാഴ്ച തന്നെ അമോഘം, സഫലമാകുന്നു. അപ്പോൾ
ഞങ്ങളിൽ നിന്ന് ഇഷ്ടമുള്ള വരത്തെ സ്വീകരിച്ചോളൂ. ആരാ ഈ 3 പേര്? ഞങ്ങൾ എന്ന് പറഞ്ഞത് ജഗത് സ്വരൂപികളായിരിക്കുന്ന ജഗതീശ്വരത്വം പൂർത്തിയാവുന്നത് ഈ 3 പേര് ചേരുമ്പോഴാണ് എന്ന് അത്രി മഹർഷിയുടെയും അനസൂയയുടെയും കഥ പറയുമ്പോൾ നമ്മൾ പറയുകയുണ്ടായി. അതുകൊണ്ടാണ് അവർ 3 നിന്നും ഓരോരുത്തർ പുത്രഭാവത്തിൽ അവർക്കുണ്ടായത് എന്നുള്ളതൊക്കെ സൂചിപ്പിച്ചു. ഇപ്പോൾ ബ്രഹ്മാവ്, വിഷ്ണു, ഈ ഞാനും മഹാദേവനും ഭക്തർ ആഗ്രഹിക്കുന്ന വരങ്ങൾ കൊടുക്കുന്നവരാണ്. അവരെന്താണോ ആഗ്രഹിക്കുന്നത് അത് കൊടുക്കും. അങ്ങനെയുള്ള ഈശ്വരന്മാരാണ്. അപ്പോൾ മരണധർമ്മമാണ് മർത്യനുള്ളത്, അല്ലേ? മരിക്കും എങ്ങനെയായാലും. എന്നാൽ അതിൽ നിന്ന് അതിക്രമിക്കുന്നതായ മോക്ഷം, മരണത്തിൽ നിന്ന് അമരത്വത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ മോക്ഷത്തിലേക്ക് എത്തുക. പുനരപി ജനനം പുനരപി മരണം എന്നുള്ളത് ഇല്ലാതെയാവണം അവിടെ. അപ്പോൾ ആ മോക്ഷത്തിലേക്ക് എത്തിക്കാൻ തക്കതായിട്ടുള്ള വരത്തെ നൽകാൻ സാധിക്കും ഞങ്ങൾക്ക്. ഞങ്ങളുടെ ദർശനം ഒരിക്കലും ആ നിഷ്ഫലമാവില്ല, അമോഘമാണ്, സഫലമാകുന്നതാണ്. ആർക്ക് എന്താഗ്രഹമാണോ ഉള്ളത് അതിനെ നൽകുന്നു ഞങ്ങൾ. ഞങ്ങളിൽ നിന്ന് അങ്ങയുടെ ആഗ്രഹം സ്വീകരിച്ചോളൂ. എന്താണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ. എന്നിട്ട് പറഞ്ഞു, ബ്രാഹ്മണ സാധവ ശാന്ത നിസ്സംഗ ഭൂതവത്സല ഏകാന്ത ഭക്ത അസ്മാസു നിർവൈര സമദർശിന. ബ്രാഹ്മണാഹ, ബ്രാഹ്മണർ, സാധവ, സദാചാരനിഷ്ഠന്മാര്, ശാന്ത, ഇന്ദ്രിയജയമുള്ളവരും, നിസ്സംഗ, ആസക്തിയില്ലാത്തവരും, ഭൂതവത്സലാഹ, സകല ജീവജാലങ്ങളിലും സ്നേഹമുള്ളവരും, അസ്മാസു, ഞങ്ങളിൽ ഏകാന്ത ഭക്താഹ, ഇളക്കമില്ലാത്ത ഭക്തിയുള്ളവരും, നിർവൈര, വൈരമില്ലാത്തവരും, സമദർശിനഃ, സമമായി എല്ലാവരും ഒരേപോലെ കാണുന്നവരുമാണ്. നിങ്ങൾക്ക് വരദാനം ചെയ്യണു, ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കണു എന്ന് വിചാരിക്കണ്ടോ? അങ്ങനെയല്ല, സേവിക്കുകയാണ് എന്നാണ്. അപ്പൊ ഭഗവാൻ ഭക്തന്മാരെ സേവിക്കുന്നു. ബ്രാഹ്മണരെ ഭഗവാൻ സ്തുതിക്കുകയാണ്. ബ്രഹ്മണ്യോ ബ്രഹ്മകൃത് ബ്രഹ്മ ബ്രഹ്മ ബ്രഹ്മവിവർദ്ധന ബ്രഹ്മവിദ് ബ്രാഹ്മണോ ബ്രഹ്മി ബ്രഹ്മജ്ഞോ ബ്രാഹ്മണപ്രിയ. അല്ലേ? ഭഗവാന്റെ വിഷ്ണുസഹസ്രനാമത്തിൽ നമ്മൾ കാണും, ഭഗവാൻ ബ്രാഹ്മണപ്രിയനാണ്, ഈശ്വരൻ. എന്താണ് ഈ ബ്രാഹ്മണൻ? ബ്രഹ്മത്തെ അറിഞ്ഞവൻ, ഈശ്വരനെ അറിഞ്ഞവൻ, ഭക്തൻ. അല്ലാതെ കേവലം ജന്മം കൊണ്ടല്ല എന്ന് മാത്രം. അപ്പോ ഈ പൂണൂല് ധരിച്ചു എന്നുള്ളത് കൊണ്ട് ബ്രാഹ്മണനാവുന്നില്ല. എന്നാൽ ആ ബ്രഹ്മത്തെ, ഈശ്വരനെ അറിയുന്നവൻ, സകല ജീവജാലങ്ങളിലും സമഭാവനയുള്ള ആളാണ് ഈശ്വരൻ. അതേപോലെ സമഭാവന ഈ ബ്രാഹ്മണർക്കും ഉണ്ട് എന്നാണ്. ബ്രഹ്മജ്ഞാനികളായിരിക്കുന്ന ബ്രാഹ്മണർ അവരെ എങ്ങനെയുള്ള ആളുകളാണ്? സാധവ, സദാചാരനിഷ്ഠന്മാരാണ്, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച ആളുകളാണ്. സദാചാരം തെറ്റാതെ, ഒന്നിലും ആഗ്രഹമില്ലാതെ, സംഘമില്ലാതെ, നിസ്സംഗ, ഭൂതവത്സല, അതേപോലെ തന്നെ സകല ചരാചരങ്ങളെയും സ്നേഹിക്കുന്നു. പക്ഷിമൃഗാദികളെയും വൃക്ഷലതാദികളെയും ഈ ലോകത്തെ മുഴുവൻ, അവർക്ക് ശത്രുക്കളില്ല, എല്ലാവരെയും ഒരേപോലെ കാണുന്ന ആളുകളാണ്. തന്നെയുമല്ല, ഞങ്ങൾ 3 പേരിലും ഏകാന്ത ഭക്ത അസ്മാസു, ഞങ്ങൾ 3 പേരിലും ഏകാന്തമായ ഭക്തിയുള്ളവരാണ്, ഫലകാംക്ഷ കൂടാത്ത ഭക്തിയോടുകൂടിയവരാണ്, ആരിലും വൈരമില്ലാത്തവരാണ്. എല്ലാവരെയും ഒരേപോലെ കാണുന്നു, എല്ലാവരോടും ദേഷ്യം അങ്ങനെയല്ല, ആരോടും വൈരമില്ല, എല്ലാവരോടും സ്നേഹബുദ്ധിയ എല്ലാവരെയും കാണുന്നവരാണ്. സർവത്ര എല്ലാത്തിലും ഈശ്വരനെ കാണുന്നു, എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന പരമതത്വത്തെ സാക്ഷാത്കരിച്ചവരാണ് ബ്രാഹ്മണർ എന്നുള്ളത് കൊണ്ടാണ്. സലോക ലോകപാലാസ്താൻ വന്ദന്ത്യർച്ചന്ത്യുപാസത്തെ അഹം ച ഭഗവാൻ ബ്രഹ്മ സ്വയം ച ഹരിരീശ്വര. താൻ, ഈ ബ്രാഹ്മണരെ, അവരെ സലോക, ജനങ്ങളോടുകൂടിയ, ലോകപാല, ലോകപാലന്മാരും, അഹം ച, ഞാനും, ഭഗവാൻ ബ്രഹ്മ, ഭഗവാനായ ബ്രഹ്മാവും, ഈശ്വര ഹരി, ഹരിയാകുന്ന ഈശ്വരനും, സ്വയം ച, സർവേശ്വരനായ ഈശ്വര ഹരി, സ്വയം ച, സർവേശ്വരനായ ശ്രീഹരിയും കൂടി, വന്ദന്തി അർച്ചന്തി ഉപാസത്തെ, വന്ദിക്കുന്നു, അർച്ചിക്കുന്നു, ഉപാസിക്കുന്നു. ഇപ്പൊ ബ്രാഹ്മണരെ
എല്ലാവരും ഈ ലോകം മുഴുവൻ ആദരിക്കുന്നു എന്ന് പറയുകയാണ്. ലോകത്തിലെ ലോകപാലന്മാരായിട്ടുള്ള ആളുകളുണ്ട്. ഇന്ദ്രൻ, അഗ്നി, വായു തുടങ്ങിയ ലോകപാലന്മാരുണ്ട്. അവരും ആ ലോകപാലന്മാരും മറ്റു ജനങ്ങളും എന്തിന് ബ്രഹ്മാവും ഞാനും സാക്ഷാൽ സർവേശ്വരനായ ശ്രീഹരിയും ഒരേപോലെ വന്ദിക്കുന്നു, പൂജിക്കുന്നു, സേവിക്കുന്നു. അപ്പോൾ ഉപാസന, ബ്രാഹ്മണരെ ഭഗവാനെ ഉപാസിക്കണു, ഭഗവാൻ ബ്രാഹ്മണരെ ഉപാസിക്കണു. ഈ ലോകം മുഴുവൻ നതേ മയ്യച്യുതേ ജേചാഭിധാമണ്വപി ചക്ഷതേ നാത്മനശ്ച ജനസ്യാപി തദ്യുഷ്മാൻ വയമീമഹി. തേ അവര്, ഈ ബ്രാഹ്മണര് എന്തുകൊണ്ടാണ് അവരെ വന്ദിക്കണത്? മയി അച്യുതേ അജേച, എന്നിലും ശ്രീഹരിയിലും ബ്രഹ്മാവിലും, ആത്മനഹാച തനിക്കും, ജനസ്യാപി ജനത്തിനും, ഭിതാം അണുവപി ന ചക്ഷതേന ഭേദത്തെ ഒരു ചെറിയ ഒരു അണുമാത്ര പോലും കാണുന്നില്ല. അത് കാരണം യുഷ്മാൻ വയം ഈമഹി, അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ ഭജിക്കുന്നു എന്നാണ്. ബ്രാഹ്മണർ എന്നിലും ഹരിയിലും ബ്രഹ്മാവിലും, മഹാദേവനിലും ബ്രഹ്മാവിലും വിഷ്ണുവിലും ഒരേപോലെ ഭേദഭാവന കാണാത്തവരാണ്. അവർക്ക് ഭേദഭാവനയില്ല, എല്ലാം ഒന്നു തന്നെ. ആ അദ്വൈത ഭാവം അവരിലുണ്ട്. അപ്പം അതുമാത്രമല്ല, അവർക്കും ഇതരന്മാർക്കും തമ്മിൽ അണുമാത്ര ഭേദം പോലെ അവർ കാണുന്നില്ല. മറ്റുള്ളവരെ തങ്ങളായിട്ട് തന്നെ കാണുന്നു. മറ്റൊരാളെ പ്രത്യേകിച്ച് പ്രശംസിക്കണില്ല, നിന്ദിക്കണില്ല. ഇതൊക്കെ സജ്ജനങ്ങളുടെ സ്വഭാവമാണ്. അതുകൊണ്ട് സർവത്ര സമദർശികളായിരിക്കുന്ന ബ്രാഹ്മണരായിട്ടുള്ള നിങ്ങളെ ഞങ്ങൾ 3 പേരും ഭജിച്ചും കൊണ്ടിരിക്കണു. ഞങ്ങൾക്ക് ആ നിങ്ങളുടെ പാദാരവിന്ദങ്ങൾ, നിങ്ങളുടെ പാദധൂളികൾ ഞങ്ങളും ശിരസിൽ ധരിക്കുന്നു എന്നൊക്കെ പറയുകയാണ് അവിടെ സാക്ഷാൽ രുദ്രദേവൻ, മഹാദേവൻ. ആ മഹാദേവൻ്റെ പാദാരവിന്ദങ്ങളിൽ ഒരിക്കൽ കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹരശങ്കര ശിവശങ്കര ദുരിതം കള ശിവനെ ഹരിദാസ്യമൊടനിശം മമ വളരാൻ വഴി വരണേ എന്ന് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥനയോടുകൂടി നമുക്കിന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭാരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിയിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ.
ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം
ന്യായേന മാർഗേണ മഹീം മഹീഷ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.